അനുവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഭുവന്റെ കുടുംബം പറയുന്നത്. ഭുവന്റെ അമ്മയും ഭുവനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അന്ന് ആ വിവാഹ വേദിയിൽ നടന്നത്. ജൂണിലാണ് ഭുവനും അമ്മയും തിരുവനന്തപുരത്ത് ഫ്ളാറ്റിലേക്ക് താമസം മാറുന്നത്. അതിനുശേഷം അനുമോൾ പലതവണ അവിടെ വരികയും അവിടെ താമസിക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും കൃത്യമായി ഭുവന്റെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോൾ അവിടെ ഒരു മരുമകൾ അല്ലെങ്കിൽ മകൾ എന്ന രീതിയിൽ തന്നെയാണ് അവിടെ വന്നു പൊക്കോണ്ടിരുന്നത്. കാരണം ജൂണിന് മുൻപ് തന്നെ മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ വിവാഹം തമിഴ്നാട്ടിൽ രഹസ്യമായി നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായല്ലോ, അപ്പോൾ അവർക്ക് അവിടെ വന്ന് നിൽക്കാമല്ലോ. അങ്ങനെ ഇവരുടെ കുടുംബവുമായി നല്ല അടുപ്പത്തിലായ അനുമോള് വിവാഹ വേദിയിൽ വെച്ച് സമ്മാനം കൊടുത്തത് ഭുവന്റെ അച്ഛനും കൂടിയുള്ള ഒരു ചിത്രമാണ്. പലപ്പോഴും നമ്മൾ ഇത് വിവാഹ വേദികളിലും ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭുവൻ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരണപ്പെട്ടു പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വീഡിയോ അല്ലെങ്കിൽ ആ ചിത്രം കണ്ടപ്പോൾ ഭുവനും അമ്മയും വിങ്ങി പൊട്ടിപ്പോയി. കാരണം അനുമോൾക്ക് ഇത്രയും തൻ്റെ അച്ഛൻ കൂടെ ഇല്ല, എന്നിട്ടും അനുമോൾക്ക് ആ അച്ഛനോട് ഇത്രയും സ്നേഹമുണ്ടല്ലോ, ആ കുടുംബത്തോട് ഇത്രയും കരുതലുണ്ടല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. അനുമോളുടെ ഒരു കുടുംബ ഫോട്ടോയാണ് വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നത്. അനുമോളുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്, നടുക്ക് അച്ഛൻ കസേരയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുമോൾക്ക് അറിയാമോ? എന്താണ് ഇത്? എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ രാജാവിനെ പോലെ ഫ്രണ്ടിൽ കസേരയിട്ടിരിക്കുന്നു. അതൊരു എല്ലാവർക്കും തുല്യത കൊടുക്കണ്ടേ? ഒരു ചിത്രത്തിലുള്ള എല്ലാവർക്കും തുല്യത കൊടുക്കണ്ടേ? ഇത് കല്യാണം കഴിഞ്ഞത് അനുമോളുടെയും ഭുവന്റെയുമാണ്. അച്ഛൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശ്രദ്ധ മുഴുവൻ അച്ഛനിലേക്കാണ് പോകുന്നത്. ആ ഒരു ഫോട്ടോയ്ക്ക് എന്തോ ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരുപാട് വിമർശനങ്ങൾ ഈ ചിത്രത്തിനെ ചൊല്ലി ഉണ്ടായി. അപ്പോൾ അനുമോള് തിരിച്ച് കമന്റ് ഇട്ടത്, ഇതിനെപ്പറ്റി കുറെ പോസ്റ്റുകളൊക്കെ വന്നപ്പോൾ അനുമോള് കമന്റ് ഇട്ടത്, അതിന് നിന്റെ തന്തയല്ലല്ലോ, എൻ്റെ അച്ഛനല്ലേ അവിടെ ഇരിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ, എൻ്റെ അച്ഛനാണ് ആ നടുക്കിരിക്കുന്നത്, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, അതിന് നിന്റെ അച്ഛനല്ലല്ലോ നീ വന്ന് കുറ്റം പറയാൻ എന്നൊക്കെയാണ് അനുമോൾ തിരിച്ച് നല്ല കട്ടയ്ക്കാണ് എല്ലാവർക്കും അനുമോൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ വിവാഹത്തിന് എല്ലാവരും കാത്തിരുന്നത് അനുമോളുടെ കയ്യിലെ മെഹന്തി കാണാനാണ്. പലപ്പോഴും ആരാധകരെല്ലാവരും തന്നെ പല താരങ്ങളുടെയും മെഹന്തി ഡിസൈൻസ് ഒക്കെ കണ്ട് ഇത്ര മനോഹരമായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇത് ഇത്രയും മണിക്കൂറുകൾ, ഒരു 6 മണി 3-4 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ്, 6 മണിക്കൂറോളം ശരിക്കും പറഞ്ഞാൽ അത്രയും മണിക്കൂർ എടുത്തിട്ടാണ് ഈ മെഹന്തി വർക്കൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇത് മണിക്കൂറുകൾ പിന്നെയും നമ്മൾ വച്ചേക്കണം. ചിലപ്പോൾ ഒരു രാത്രി മൊത്തം വെച്ചേക്കാറുണ്ട്. മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിലെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മെഹന്തി ഇട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ അങ്ങ് കഴുകും. അപ്പോൾ നല്ല കടും ചുവപ്പ് നിറത്തിലൊക്കെ നമുക്ക് കിട്ടും. നല്ല ഭംഗിയായിട്ട് കിട്ടാറുണ്ട്. അനുമോളുടെ വിവാഹത്തിന് എല്ലാവരും ഉറ്റുനോക്കിയത് അനുമോളുടെ കയ്യിലെ മെഹന്തി ഒന്ന് കാണാനാണ്. എന്നാൽ അനുമോളുടെ കയ്യിലെ മെഹന്തി ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് അത്ര തെളിഞ്ഞില്ല. ഒരു ഓറഞ്ച് കളറിൽ തന്നെ നിൽക്കുന്നതാണ് കണ്ടത് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും. കാരണം വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസമൊക്കെ ഇതിൻ്റെ ഒരു കളർ ബ്രൗൺ കളറായി നല്ല ഭംഗിയിൽ നിൽക്കാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും നിൽക്കാതെ അത് ഒരു സാദാ മെഹന്തി, ഒരു ലൈറ്റ് ഷെയ്ഡിലൊക്കെ അങ്ങ് മാറി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് മെഹന്തി കോണിൻ്റെ പ്രശ്നമാണ്, ആർട്ടിസ്റ്റ് കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ആണെന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ മെഹന്തി ആർട്ടിസ്റ്റ് രംഗത്ത് വന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനുമോളോട് കൃത്യമായി ഇത്ര മണിക്കൂർ വെച്ചേക്കണം എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ അനുമോള് വളരെ കുറച്ച് സമയം മാത്രമേ ആ മെഹന്തി കയ്യിൽ വെച്ചിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കളർ വന്നത്, ഇല്ലെങ്കിൽ നല്ല കളർ വന്നേനെ. ഇങ്ങനെ ആരോടും ചെയ്യരുത്, കാരണം ഇത് ഇവരുടെ വർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്.